മാജിക് ലീഡേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്റ്റോപ്പ് വറിയിങ് സ്റ്റാർട്ട് ലിവിങ് എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ ട്രെയിനർ, സൈക്കോളജിസ്റ്റ്, NSDC മാസ്റ്റർ ട്രെയിനർ ആൻഡ് സർട്ടിഫൈഡ് ലൈഫ് കോച്ച് കൂടിയായ ഡോക്ടർ സജന മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. Thank you. Good morning, everyone. Good morning, ma'am. Good morning, ma'am. Okay. സർവശക്തനായ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും കൃതജ്ഞതയോടുകൂടി ഓർക്കാം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയാണ്. ഇപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു പ്രൊഫസറിന്റെ വീട്ടിലേക്ക് കുറച്ച് സ്റ്റുഡൻസ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പം സ്റ്റുഡൻസ് എന്റെ നമ്പറിനേക്കാൾ കൂടുതൽ കുറച്ച് ചായ ഉണ്ടെന്ന് പ്രൊഫസർ സ്റ്റുഡൻസിന് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ചായയുടെ കപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. പല കപ്പും പല ടൈപ്സ് ആണ്. അതായത് മൺപാത്രം കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, പിന്നെ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയത്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കപ്സും ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ സ്റ്റുഡൻസും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കപ്പ് നോക്കിയിട്ടാണ് എടുക്കുന്നത് ചായ. അപ്പം പ്രൊഫസർ അവരുടെ അടുത്ത് പറയുന്നു, ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് ചായയാണ്, പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ കപ്പിലാണ്. അതായത് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിതം ആസ്വദിക്കുന്നതിന് പകരം മറ്റു പല എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ വറീഡ് ആയിക്കൊണ്ട് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഏത് പ്രോബ്ലംസ് ഉണ്ടായാലും എന്തൊക്കെ സിറ്റുവേഷൻ ആയാലും, അതായത് ഏത് കപ്പ് കിട്ടിയാലും നമുക്ക് ചായ ആസ്വദിച്ച് കുടിക്കാൻ പറ്റണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ തന്നെ പോളിഷ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം. എന്റെ ടോപ്പിക് ഇതാണ്, സ്റ്റോപ്പ് വറിയിങ് സ്റ്റാർട്ട് ലിവിങ്. ഇനി നമ്മൾ വറീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒന്ന് ഷെയർ ചെയ്യാവോ, എന്താണ് വറീസ്? നമ്മൾ വറീസ് എന്തൊക്കെ ആകാം? ഷെയർ ചെയ്യാമോ ആരെങ്കിലും? എന്തെങ്കിലും വിഷമങ്ങള്, ആകുലതകള്, അതുപോലെ നമ്മള് വിചാരിച്ചത് സാധിക്കാതെ വരുമ്പോഴുള്ള കാര്യങ്ങള്, അങ്ങനെയൊക്കെ. അത് ചിലപ്പം ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ആകാം ഈ വറീസ് എന്ന് പറയുന്നത്, അല്ലെ? കഴിഞ്ഞുപോയ കാര്യങ്ങളാകാം, വരാൻ പോകുന്ന കാര്യങ്ങളാകാം. ഇനിയിപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിന് ലൈക്ക് കുറഞ്ഞു പോയാൽ പോലും ഇപ്പം ടെൻഷൻ ആൾക്കാർക്ക്. അതുപോലെ നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് അതിന് ഒരു നല്ല റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ വീടിനേക്കാൾ വലിയൊരു വീട് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ ആൾക്കാരുടെ വറീസ് ആണ്. നിസ്സാരമായിട്ട് കുറെ കാര്യങ്ങൾ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നമ്മൾ വറീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ വറീസിന്റെ ഒക്കെ കോൺസിക്വൻസ് എന്തായിരിക്കും ശരിക്കും? ഒത്തിരി കോൺസിക്വൻസ് ഉണ്ടാകുന്നുണ്ട്. നമ്മളിങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോ, വറീസിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും? എന്തെങ്കിലും നമ്മളെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും, ആരോഗ്യത്തിനെ ബാധിക്കും, ഓഫ് കോഴ്സ് ബിഹേവിയർ ബാധിക്കും.
അതെ, അത് നമ്മളിങ്ങനെ ഒഴുക്കനെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മള് പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും, സ്ലീപ്പിനെ ബാധിക്കും. പക്ഷെ പറയുന്നതിനേക്കാളൊക്കെ അപ്പുറം ഇപ്പൊ ഒരു സ്ലീപ്പിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് സ്ലീപ്പ് ക്വാളിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഈവൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെ നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രെയിനിൽ അതുപോലെ കുറെ ക്ലീനിങ് പ്രോസസ് ഒക്കെ നടക്കാതെ വരുന്നു. അങ്ങനെ കുറെ ഇതിനെ റിലേറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നുമില്ല. അപ്പൊ നമ്മൾ ഈ വറീസ് ഒക്കെ ഒഴിവാക്കുക എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിനെ പറ്റിയുള്ള കുറച്ച് ഫാക്ടുകൾ നോക്കാം. ഈ വറീസ് എന്ന് പറയുമ്പോൾ ഒരു 2 ആൾക്കാര് റോഡിലൂടെ നടന്നു പോവാണ്. അതിൽ ഒരാള് ഫോക്കസ് ചെയ്യുന്നത് റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു, ചളിയായിരിക്കുന്നു, ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മറ്റാളും അയാളുടെ ഒപ്പം തന്നെ നടക്കുകയാണ്. അയാൾ ഫോക്കസ് ചെയ്യുന്നത് അയാളുടെ 2 വശത്തുള്ള ഇപ്പം ഏപ്രിൽ മാസമാണ് അല്ലെ, വാഗയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, വിഷുക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, അതൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പൊ ഈ വറീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ വറി ചെയ്യാതിരിക്കാം, വറി ചെയ്യാം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അതുപോലെ നമ്മുടെ ഓരോ സിറ്റുവേഷൻസും നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, സിറ്റുവേഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അതായത് നമ്മുടെ കൺട്രോളിൽ ഉള്ളതും നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തതും. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കൺട്രോളിലുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ ആക്ഷനിൽ ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്കം മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ വറീഡ് ആയിരിക്കുകയാണ്. അത് എനിക്ക് ഓൺ ടൈം എത്താൻ പറ്റുമോ എന്ന് വറി ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്റെ കൺട്രോളിലുള്ള ആക്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് 10 മണിക്ക് എത്തണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു 9 മണിക്ക് ഇറങ്ങാം. അത് എന്റെ കൺട്രോളിലുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഒരു 9:30-ക്ക് ഇറങ്ങിയിട്ട് ഞാനൊരു ട്രാഫിക് ജാമിൽ പെട്ടു. ട്രാഫിക് ജാമിൽ പെട്ട് വണ്ടി, എന്റെ മുമ്പിലുള്ള വണ്ടി പോകാതെ എനിക്ക് പോകാൻ പറ്റില്ല. മുമ്പിലുള്ള വണ്ടികൾ പോകണം എന്നുള്ളത് എന്റെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പോ നമ്മൾ വറി ചെയ്യുന്നത് ശരിക്കും അവിടെ ഒരു കാര്യവും ഇല്ല. ഞാൻ അവിടെ ഇരുന്ന് വഴക്ക് പറയാ, ഒച്ചയെടുക്കുക, എന്തൊക്കെ ചെയ്താലും മുമ്പിലെ വണ്ടി, അവർക്ക് അതിന്റെ മുന്നിലുള്ള വണ്ടി പോവാതെ പോകാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. ഇത് എന്റെ കൺട്രോളിൽ ഉള്ളതാണോ, എന്റെ കൺട്രോളിൽ ഇല്ലാത്തതാണോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും അത് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അതായത് ഇന്ന് മുതൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളതും വലുതുമായിട്ടുള്ള എല്ലാ വറീസും നമ്മൾ നോട്ട് ഡൗൺ ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്കോ 2 വീക്സോ അതല്ലെങ്കിൽ 1 മന്തോ എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മ ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇതിൽ എത്ര എണ്ണം നമ്മൾ വറി ചെയ്തത് ശരിക്കും റിയൽ ആയിട്ടുള്ള വറി ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വറി ആകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് ശരിക്കും അത് നമ്മുടെ ബ്രെയിനിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് അത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു 90%-ഉം അനാവശ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും 90%. ഇനിയിപ്പോ അതിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ പല കാര്യങ്ങളും റിയൽ ആയിരുന്നെങ്കിൽ കൂടി നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം അനാവശ്യമായിരുന്നു എന്നുള്ളത്. ശരിക്കും നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും അത്, ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ വറീസിനെ പറ്റി പറയുകയാണെങ്കിൽ 90%-ഉം അനാവശ്യമാണ്.
ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ ഒരു ടോപ്പിക് സ്റ്റോപ്പ് വറിയിങ് സ്റ്റാർട്ട് ലിവിങ് എന്ന് പറയുന്നത് ഞാൻ എടുക്കാൻ കാരണം ഒരു ബുക്കുണ്ട്, നിങ്ങൾ കേട്ട് കാണും, ഡെയിൽ കാർണഗിയുടെ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. അത് എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്സിൽ ഒന്നാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണെന്ന് ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്. അതിൽ അദ്ദേഹം ഒരുപാട് ട്രിക്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ വളരെ കുറച്ച് മാത്രം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്. ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കറിയാം ഷിപ്പില് ക്യാപ്റ്റൻ, ഷിപ്പിന്റെ സേഫ്റ്റി ക്യാപ്റ്റന്റെ കൈകളിലാണ്. അപ്പൊ അവിടെ ഷിപ്പിന് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതില് അതെന്തിനാണ് അങ്ങനെ തിരിച്ചിരിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്യും. അപ്പം മറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് വെള്ളം കയറില്ല. അപ്പൊ ബാക്കി കമ്പാർട്ട്മെന്റ്സ് സെക്യൂർഡ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ അദ്ദേഹം പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു 3 കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് യെസ്റ്റർഡേ, ടുമോറോ ആൻഡ് ടുഡേ. ഇതില് യെസ്റ്റർഡേ ക്ലോസ് ചെയ്യാം. യെസ്റ്റർഡേ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡെഡ് വൺ, അത് ക്ലോസ് ചെയ്യാം. ഇനി ഫ്യൂച്ചറും നമ്മൾ ക്ലോസ് ചെയ്യാം. അതെന്താണ്? അത് അൺബോൺ ആണ്, അത് വന്നിട്ടില്ല. സോ രണ്ടും നമുക്ക് ആവശ്യമില്ല. സോ നൗ യു ആർ ഇൻ പ്രസന്റ് കമ്പാർട്ട്മെന്റ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ 24 hours, ഈ ഒരു 24 hours നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. അതിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വറീസ് എല്ലാം ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നില് ജീവിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ഒരു കാലവും ഇത് നല്ല കാലമാണെന്നും പറഞ്ഞ് ടാഗ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാൻ പോണില്ല. ഇന്ന് എങ്ങനെയാണോ അതിൽ നമ്മൾ എൻജോയ് ചെയ്ത് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു കോൺസെപ്റ്റ് പറയുന്നത് വേഴ്സ്റ്റ് കേസ് സിനാരിയോ. വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വറീസ് ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് പ്രസന്റ് ചെയ്യാൻ നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അപ്പൊ അതാണ് എൻ്റെ വറി. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വറി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന ഒരു വറി എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണ പറയാ എപ്പോഴും പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയാറ്, അല്ലേ? ഇവിടെ നമ്മൾ ഓൾറെഡി പേടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ ഏറ്റവും മാക്സിമത്തിൽ നമ്മൾ കാണാം. അതായത് നെഗറ്റീവ് വിഷ്വലൈസേഷൻ. നമ്മൾ പേടിപ്പെടുത്തുന്നത് എന്താണോ അതിന്റെ മാക്സിമത്തിൽ നമ്മൾ കണ്ടിട്ട് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ആദ്യം വെറീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ മാക്സിമത്തിൽ നമ്മൾ കാണുക, ദെൻ ആക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിയോളം നമ്മുടെ ടെൻഷൻസ് ഒക്കെ കുറയും എന്നാണ് ഡെയിൽ കാർണഗി പറയുന്നത്. അതിപ്പോ നമുക്കറിയാലേ, നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വേണ്ടപ്പെട്ടവര് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പൊ എൻ്റെ ഒരു റിലേറ്റീവിന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് അവര് കുറെ നാളെടുത്തു, ആ ഒരു അക്സെപ്റ്റൻസിന് കുറെ നാളെടുത്തു. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ ഭർത്താവിന്റെ ചെരുപ്പ് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെക്കുന്നതും കാറിന്റെ കീ എടുത്ത് ടേബിളിൽ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മരിച്ചുപോയി എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. എപ്പോഴാണോ അവരത് ആക്സെപ്റ്റ് ചെയ്തത് അപ്പോഴാണ് അവർക്ക് നോർമൽ ഒരു ഇതിലേക്ക് വരാൻ പറ്റിയത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ നമ്മൾ റിയൽ
എക്സ്പീരിയൻസിന് പകരം നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്, അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ട തേർഡ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു വേഴ്സ്റ്റ് കണ്ടീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രസന്റേഷൻ ആണ് പേടി. അപ്പൊ ഈ പ്രസന്റേഷൻ പേടി വരാൻ കാരണം ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവോ, ആൾക്കാർ കളിയാക്കുമോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ഭയമെങ്കിൽ ഞാൻ അതിനെ മാക്സിമത്തിൽ എന്നെ എത്ര കളിയാക്കും, എത്ര മോശമായിട്ട് പറയും എന്നുള്ളത് ഞാൻ മാക്സിമത്തിൽ കണ്ടിട്ട് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. കളിയാക്കിക്കോട്ടെ, എന്തപ്പോ പ്രശ്നം, ഇറ്റ്സ് നോട്ട് ദ എൻഡ്, എനിക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം കളിയാക്കിക്കോട്ടെ, നോ പ്രോബ്ലം, എന്താണ് അതുകൊണ്ട് പ്രശ്നം, എനിക്ക് കുഴപ്പമില്ല, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് വേണം? ഇത് എൻ്റെ വേഴ്സ് കണ്ടീഷനാണ്, പക്ഷെ എനിക്കത് ഇങ്ങനെ തന്നെ ഇരുന്നാൽ പോരെ, എനിക്കത് ചേഞ്ച് ആവണം. സോ ഐ ഹാവ് ടു ഇംപ്രൂവ് ദിസ് ഔട്ട്കം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പ്രസന്റേഷന് നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത ഈ ഒരു കണ്ടീഷന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ഷൻ എടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തോടുകൂടി എൻ്റെ മൈൻഡ് ഫ്രീ ആണ്. നമ്മൾ മൈൻഡ് ഫ്രീ ആവുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയുന്നു വെറീസ് വരുമ്പോൾ. അപ്പോൾ വെറീസ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും, കോൺസെൻട്രേഷൻ കൂടും, എല്ലാം കൂടും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വളരെ കാമായിട്ട് നമുക്കിതിനെ ആക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പം നാളത്തെ പ്രസന്റേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എൻ്റെ വറീസ് ഒരു പരിധി വരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് നോട്ട് യുവർ ട്രബിൾസ്. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒരു റിമൈൻഡർ ആയിട്ട് ഞാൻ പറയാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഒരാൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അതായത് അദ്ദേഹം അറബ്സിന്റെ കൂടെ ജീവിച്ചിട്ടുള്ള ഒരു സമയം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഡെസേർട്ടിൽ അറബിയുടെ കൂടെ ജീവിക്കുകയാണ്. അയാൾക്ക് കുറേ ആടുകളുണ്ട്. പെട്ടെന്ന് ഒരു സ്റ്റോം വരുന്നു. അപ്പൊ അതിലുള്ള ഒരു 60% ആടുകളും മിസ്സാവുകയാണ് അയാൾക്ക്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര പ്രയാസം തോന്നുകയാണ്. അയ്യോ, എന്തോരം ആടുകളാണ് നഷ്ടപ്പെട്ടത്, പകുതിയിലധികം ആടുകൾ നഷ്ടപ്പെട്ടില്ലേ എന്നോർത്ത് ഇയാള് വിഷമിച്ചിരിക്കുമ്പോ അറബി അല്ലാട്ടോ വിഷമിച്ചത്, ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആളാ പറയുന്നത്. എനിക്കത് വല്ലാത്ത വിഷമായി. പക്ഷെ ആ സമയത്ത് ഈ അറബ് പറയാണ് അൽഹംദുലില്ലാ, അതായത് ദൈവത്തിന് സ്തുതി, എനിക്ക് 40% എൻ്റെ ആടുകൾ എനിക്ക് ഉണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുന്നത്. അതാണ് ഏത് ട്രബിൾസിലും ഉള്ളതിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ബ്ലെസ്സിങ്സിൽ മുഴുവനായിട്ടും ദൈവം എടുത്ത് കളഞ്ഞില്ലല്ലോ, ആ ഒരു പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും എന്നാണ് പറയണത്. ഇനി നമ്മുടെ ലൈഫിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാ? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ചിലപ്പോൾ ദൈവത്തിനെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് സിറ്റുവേഷനെയാണ് ആട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെ? എന്തെങ്കിലും അങ്ങനെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, നമ്മൾ എപ്പോഴും സിറ്റുവേഷന് പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കും. അതല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഒരു 90 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയോട് ചോദിക്കും 10 മാർക്ക് എവിടെ പോയി? അതാണ്. ഇനിയിപ്പം വീട്ടിലെല്ലാ പണികളും ചെയ്തു വെച്ചിട്ട് ഏതെങ്കിലും ഒരു പണി ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ചിലപ്പം ഭർത്താവ് പറയും അതെന്താ നീ ചെയ്യാതിരുന്നെ, അത്രയും ചെയ്തതൊന്നും കാണൂല. ഇനിയിപ്പോ ഭർത്താവിനോട് ഭാര്യ പറയാണ് എനിക്ക് ഇന്നൊരു സാധനം വേണമെന്ന് വിളിച്ചു പറയുന്നു, ഭർത്താവ് അത് കൊണ്ടുവരാൻ മറന്നുപോയി. എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ്, പക്ഷെ ഇപ്രാവശ്യം മറന്നുപോയി. ഇപ്പൊ പറയാണ് നിങ്ങളല്ലെങ്കിലും അങ്ങനെയാണ്, ഞാൻ എന്തു പറഞ്ഞാലും മേടിച്ചു തരാറില്ല. അപ്പോ നമ്മൾ അങ്ങ് ജനറലൈസ് ചെയ്തിട്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചിന്തിക്കുകയാണ്, കംപ്ലീറ്റ് നെഗറ്റീവായിട്ട്. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ വറീസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ആ ഒരു തോട്ടിനെ പതുക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് കുറെ അന്ന് അങ്ങനെ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, ഇത്രയും പണികൾ ചെയ്തിട്ടുണ്ടല്ലോ,
90% മാർക്ക് കിട്ടിയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, നമുക്കവിടെ സമാധാനം ഉണ്ടാവും. നമ്മുടെ സമാധാനം, ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. നെഗറ്റീവിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുമെങ്കിൽ നമ്മുടെ സമാധാനം പോക്കാണ്. പോസിറ്റീവിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്കവിടെ സമാധാനമുണ്ട്. അപ്പോൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നോട്ട് യുവർ ട്രബിൾസ്. പറയുന്ന ഒരു കാര്യം, സ്റ്റേ ബിസി ആണ്. നമ്മള് പലരും ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്ട് ആവാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യാറ്? ടെൻഷൻ വരുമ്പോ അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോ നമ്മൾ എല്ലാവരും എന്താ ചെയ്യാറ് സാധാരണ? ഒന്ന് ഷെയർ ചെയ്യാമോ? നമുക്കൊരു ഇച്ചിരി സമയം കിട്ടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ തോന്നിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? എന്തോ കേട്ടില്ല സർ, ഒന്നുകൂടെ പറയാമോ? അത് നമ്മള് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അറിയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു സാധാരണ ആൾ എന്താ ചെയ്യാ? പാട്ട് ആ പ്രശ്നത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും മാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു, നമ്മൾ ചെയ്യുന്നു. ഒരുവിധം ട്രെയിനിങ്ങും ഒക്കെ ഒരു സാധാരണക്കാരൻ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായിരിക്കും ചെയ്യാം? ഇപ്പൊ നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും എന്തുണ്ടായിരിക്കും എപ്പോഴും? മൊബൈല്. അപ്പൊ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യാ? സ്ക്രോൾ ചെയ്യും. യെസ്, അതാണ് നമ്മള് ശരിക്കും ഇത് ചെയ്യുന്നത് ടെൻഷൻ ഒഴിവാക്കാനാണ്. നമ്മളൊന്ന് ഷിഫ്റ്റിംഗ് ആണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സിറ്റുവേഷന്, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അതായത് നമ്മൾ വേറെ നമ്മൾ ഇതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ ആ ടെൻഷൻ കുറയും എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ഡെയിൽ കാർനെഗി പറയുന്നത് ഇങ്ങനെ ബിസി ആയി ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യൂ എന്നല്ല പറയുന്നത്. സ്റ്റേ ബിസി എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാനാണ്. നമ്മൾ പ്രോഡക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെൻഷൻ വരുമ്പോൾ ഓടിപ്പോയി ഫോൺ എടുക്കുന്നതിന് പകരം ഒരു ബുക്ക് എടുത്തിട്ടൊരു കുറച്ച് പേജ് വായിക്കുവാണെങ്കിൽ അവിടെ നമ്മുടെ ഇൻഫർമേഷൻസ് കൂടുന്നുണ്ട്. ഇനി കുറച്ചൊന്ന് നടക്കുക, നേച്ചറൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മുടെ ബോഡിയിലും അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു എക്സസൈസും ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, സ്ട്രെസ് കുറയുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കിൽസ് പഠിക്കാൻ നോക്കുക. ഇങ്ങനെ നമ്മളത് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ അത് വേണം. എനിക്ക് ടെൻഷൻ വന്നാൽ ഞാനിങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ബ്രെയിനെ പാകപ്പെടുത്തി എടുക്കണം. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ഹാബിറ്റ് ആകണമല്ലോ അത്. അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ ഇതുപോലെ പ്രോഡക്റ്റീവായിട്ട്, ഇപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുമ്പോൾ ചെയ്യുന്നത് ലേണിംഗ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്തിട്ട് അത് പഠിക്കാനോ, അതല്ലെങ്കിൽ ഞാൻ ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോയ സമയത്ത് ഇങ്ങനെ സ്ട്രെസ് കളയാൻ നോക്കി എനിക്കൊരു 3-4 PG ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോ ഞാൻ മെയിനായിട്ടും ഈ ഒരു ലേണിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയോ? സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആക്ടിവിറ്റി ചെയ്ത് ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വറി ചെയ്ത കാര്യങ്ങളെല്ലാം വെറും വേസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ എനർജി വേസ്റ്റ് ആണ്, ടൈം വേസ്റ്റ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഗിൽറ്റി ഫീലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ, വെറുതെ എന്തിനാ ഞാൻ ഇങ്ങനെ വറി ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്, പ്രോഡക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഞാനിത് ഇത്രയും പഠിച്ചു, എനിക്ക് ഇത്രയും നേട്ടം ഉണ്ടായി, എനിക്ക് ഇത്രയും അച്ചീവ്മെന്റ്സ് ഉണ്ടായി എന്ന് നമുക്ക്
ചിന്തിക്കാൻ പറ്റും. ആ ഒരു ഗിൽറ്റി ഫീലിങ്ങിന് പകരം നമുക്ക് പ്രൗഡ് ആവാൻ പറ്റും. അതാണ് ഇവിടെ വ്യത്യാസം. സ്റ്റേ ബിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. നമ്മൾ സ്ട്രെസ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്തൂടെ നേരത്തെ തന്നെ? അങ്ങനെയാണെങ്കിൽ അല്ലെ, ഓരോരുത്തർക്കും പ്ലാൻ ചെയ്തൂടെ? എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഇത് എന്റെ കൺട്രോളിൽ ഉള്ളതാണോ എന്റെ കൺട്രോളിൽ ഉള്ളതല്ലേ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ നോക്കുക. അത് വേഴ്സ്റ്റ് കണ്ടീഷനിൽ നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമുക്കത് വേഴ്സ്റ്റ് കണ്ടീഷനിൽ നെഗറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം ആക്ഷൻ എടുക്കുക. എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. പിന്നെ ബ്ലെസ്സിങ്സിലേക്ക് നോക്കുക. ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഉടനെ തന്നെ എന്ത് വേണം, നമ്മൾ ഇതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും എൻഗേജ് ചെയ്യുക. അത് നമ്മൾ എന്ത് വേണമെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കണം. വറീസ് വരുമ്പോൾ നമ്മൾ അറിയണം, ഐഡന്റിഫൈ ചെയ്യണം. സോ ഇത് മാറാൻ ഞാനിത് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ സമയങ്ങൾ വേസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റീവായി പലതിലേക്കും നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു വറീസിന്റെ കോൺസിക്വൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് സിറ്റുവേഷൻസ് ആണെന്നാണ് നമ്മള് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വറീസ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന് പകരം നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ വറീസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നമുക്കറിയാം നെൽസൺ മണ്ടേല ഒരുപാട് കാലം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, 27 വർഷത്തോളം ഞാൻ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് ജയിലിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അർത്ഥവത്തായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണെന്ന് ആലോചിച്ച് നോക്കി. ജയിലിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സ് പ്രൊഡക്റ്റീവായി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ആര് ഇംപ്രിസൺ ചെയ്താലും നമ്മുടെ മൈൻഡിനെ ഇംപ്രിസൺ ചെയ്യാതെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നോക്കാൻ പറ്റുമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും, സിറ്റുവേഷൻസ് നമ്മളെ ലിമിറ്റ് ചെയ്തേക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും വറീസ് കൊണ്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ നമ്മുടെ മനസ്സിനെ നമ്മൾ വറീസിന്റെ ജയിലിൽ അടക്കരുത് എന്നാണ് ഇതുകൊണ്ട് അദ്ദേഹവും നമുക്ക് തരുന്ന ഒരു പാഠം. ഡു നോട്ട് ലെറ്റ് വറി ഇംപ്രിസൺ യുവർ മൈൻഡ്, സെറ്റ് യുവർ മൈൻഡ് ഫ്രീ ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അപ്പോ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഫീഡ്ബാക്സ് അറിയിക്കാനായി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. മാജിക് മോർണിംഗ് മാഡം കേൾക്കാമോ? കേൾക്കാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. നമ്മളെ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞു പോയ, വെറുതെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുക, അത് നമ്മളെ പല രീതിയിൽ ബാധിക്കുക എന്നുള്ള കാര്യം വളരെ കറക്റ്റായ കാര്യമാണ്. അപ്പൊ നമ്മൾ മാഡം പറഞ്ഞതുപോലെ ഇനി നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത്, വറീസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ ആലോചിച്ച് വെക്കണം. നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല, എന്നാലും നേരത്തെ ആലോചിക്കണം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് വെച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇനി അത് മാഡം പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മള് കഴിഞ്ഞു ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ കഴിഞ്ഞു പോയ കാര്യത്തിൽ തന്നെ നിൽക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മൊബൈൽ എടുക്കും. ഇത് രണ്ടും ഒരു നല്ല കാര്യമല്ല. അത് നമ്മളെ ഏത് രീതിയിലായാലും നമ്മളെ ബാധിക്കും. അത് നമ്മളെ മുമ്പോട്ടുള്ള ജീവിതത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്. അത് കറക്റ്റായ കാര്യമാണ്. അത് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ ആലോചിച്ചിട്ട് അതിലോട്ട് തിരിയുക എന്നുള്ളത് മാഡം പറഞ്ഞു എനിക്ക് മനസ്സിലായി. അല്ലാതെ അതിൽ തന്നെ ചിന്തിച്ചിരുന്ന ഒന്നും നടക്കൂല. വീണ്ടും ആ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ തുടരുകയാണ്.
ഈ ക്ലാസ് ഇവിടെ ഇതിന് വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ഇതിന്നിപ്പോ കിട്ടിയ ഒരു പുതിയ കാര്യമാണ്. അപ്പൊ അതെന്തായാലും നല്ലൊരു അറിവാണ് മാഡം. നല്ല ക്ലാസ്സായി. താങ്ക് യു. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം സാധാരണ നമുക്ക് ടെൻഷൻ വരുമ്പോ ഫോൺ എടുത്തൊരു 10 പേരെ വിളിച്ച് ഇന്നതാണ് നമുക്ക് പറ്റുന്നതെന്ന് വിളിച്ച് പറയും. അവര് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ കുറെ കൂടെ ടെൻഷൻ ആവും. പിന്നെ കാണുന്നവരോടൊക്കെ പറയും അതാ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ മാജിക് മോർണിംഗ് വന്ന് പിന്നെ കുറെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോ ഒക്കെ ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ നോക്കും. പക്ഷെ ഇങ്ങനെ മനസ്സ് നമ്മുടെ വായന നടക്കുള്ളൂ, മനസ്സിൽ ഈ ടെൻഷന്റെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചു നേരം നടക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. കിട്ടിയ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതാണ് ബുക്ക് ആരോ ചോദിച്ചായിരുന്നു. ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഇതാണ് ബുക്ക്. സജ്ജന മാം, മാജിക് മോർണിംഗ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല പ്രസന്റേഷൻ ആണ്. ശാന്തമായിട്ട് നല്ല ഭംഗിയായിട്ടായിരുന്നു ക്ലാസ് എടുത്തത്. അപ്പോൾ നമ്മൾ എന്തിനാണ് വെറി ചെയ്യുന്നത് എന്നുള്ളത് ഒരു 90% വെറീസും നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് മാം പറഞ്ഞത്. വളരെ ശരി തന്നെയാണ്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വെറുതെ വെറി ചെയ്യുന്ന ഒരു ആവശ്യമില്ല എന്നാണ് തോന്നുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷിപ്പിലെ കമ്പാർട്ട്മെന്റ് കാര്യമൊക്കെ വളരെ നന്നായി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പ്രസന്റ് മൂമെന്റിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരുവിധം നമുക്ക് വറീസ് നല്ല മോചനം കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ബിസി ആയിരിക്കാം. മാം പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് മാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പോലെ ലേണിംഗ് തന്നെയാണ്, പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ബുക്ക് വായിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഡിഗ്രീസ് എടുക്കാം. അപ്പൊ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ തന്നെ ഒരു ആത്മവിശ്വാസം കൂടും ചെയ്യും. അപ്പൊ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ അത് നമ്മളെ ബ്ലെസ്സിങ് കൗണ്ട് ചെയ്യുക, അത് ബാക്കിയുള്ളതിനുണ്ട്. അപ്പൊ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ഉപകാരപ്പെട്ട ക്ലാസ് തന്നെയായിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു. ഓക്കെ. മാജിക് ഹലോ മോർണിംഗ് മാം. മാം. പറഞ്ഞോളൂ. ആ, ആ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. മൈൻഡ് വറീസ് ഫ്രീ ആക്കാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്ന് അത് പ്രാക്ടീസ് ചെയ്തിട്ട് മൈൻഡ് ഒന്ന് പ്രൊഡക്റ്റീവായ കാര്യങ്ങളിൽ എത്തിക്കാൻ ഒന്ന് ശ്രമിക്കുന്നതാണ്. താങ്ക് യു മാം. ഓക്കെ മാം, നമസ്കാരം. തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വറീസ് ഇല്ലാത്ത ഒരു ജീവിതം ഇല്ലല്ലോ നമുക്ക്. അപ്പം ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന വറീസിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വളരെ വിശദമായിട്ട് ഒരു 4 പോയിന്റ്സിലൂടെ മാം മനസ്സിലാക്കി തന്നു. എയർ ടൈറ്റ് കമ്പാർട്ട്മെന്റിന്റെ കാര്യവും, അതായത് പ്രസന്റിൽ ജീവിക്കുക, വേസ്റ്റ് കേസ് സിനാരിയോ, ഏറ്റവും വേസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ആ സംഗതിയെ വറീസിനെ കാണുക, പിന്നെ നമ്മുടെ ബ്ലെസ്സിങ്സ് നമ്മൾ കൗണ്ട് ചെയ്യുക, നെഗറ്റീവ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ, പിന്നെ നമ്മൾ സ്റ്റേ ബിസി, എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ്, ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള ഒരു സംഗതിയായിരുന്നു. മനസ്സിലായി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സജന മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സജന മാം ക്ലാസ് കേൾക്കുന്നുണ്ടോ? സജന മാം ഉണ്ടോ? കേൾക്കുന്നുണ്ട്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നമുക്ക് പലതരത്തിലുള്ള വറീസിലൂടെ നമ്മൾ എങ്ങനെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ റിക്കവറി ചെയ്യണമെന്നുള്ള കുറെ നല്ല ടിപ്സുകൾ പറഞ്ഞു തന്നു. നമ്മുടെ കൺട്രോളിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറെ അങ്ങനെയാണല്ലോ വിഷമങ്ങൾ കടന്നു പോകുന്നത്.
അപ്പൊ അത് നമ്മൾ അങ്ങനെ അത് പ്രസൻസിൽ ജീവിച്ച്, അതായത് നമുക്ക് എന്ത് വറീസ് വന്നാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡോട് കൂടി കണ്ട് നമ്മൾ അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കാരണം ഈ സമയവും കടന്നു പോകും എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി ഞാൻ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ. അതുപോലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പം നമ്മുടെ കൂടെ നിന്നിട്ട് ആരെങ്കിലും ഒക്കെ ജോലിക്കോ മക്കളോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ നട്ടു വളർത്തുന്ന കുറെ ചെടികളുണ്ട്. അപ്പം പോയി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അവിടോട്ട് അങ്ങ് പോകും. എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടാകും, കരച്ചിലൊക്കെ വരുന്നുണ്ടാകും. അപ്പൊ ഞാൻ പോയിട്ട് ആ ചെടികളെയൊക്കെ ഇങ്ങനെ, ആ ചെടിയുടെ ഇടയ്ക്ക് നിൽക്കുന്ന പുല്ലുകളൊക്കെ ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട്, അപ്പൊ അതിലോട്ട് ഞാൻ ആ ശ്രദ്ധ കൊടുക്കും. അതായത് മാം പറഞ്ഞ പോലെ ഒരു ആക്ഷൻ അപ്പൊ ഞാൻ അവിടെ എടുക്കാറുണ്ട്. അതുപോലെ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ, ഇന്നയാൾ എന്നെ ഇന്നത് പറഞ്ഞല്ലോ എന്നാ പറയുന്ന സമയത്ത് മാം പറഞ്ഞതുപോലെ പേപ്പർ എടുക്കും. അപ്പൊ അതിനകത്ത് ആ വിഷമം ഞാൻ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് കുറെ ആ ഒരു വിഷമം കുറച്ചങ്ങ് മാറും. എന്നിട്ട് അതിന് മുമ്പ് ഒരു ടിപ്പ് ഇതിനകത്ത് നമ്മുടെ ഓസ്റ്റിൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതുപോലെ ആ വിഷമം എഴുതിയിട്ട് നമ്മൾ കുറെ കഴിഞ്ഞിട്ട് ആ പേപ്പർ കരിച്ചങ്ങ് കളയണമെന്ന്. അപ്പൊ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ എഴുതുമ്പം തന്നെ നമുക്ക് ആ ഉള്ളിൽ നിന്ന് ആ ഒരു വിഷമം മാറും എഴുതുമ്പം തന്നെ. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ മാം പറഞ്ഞാൽ ഒരു കപ്പ് ചായ കിട്ടിയാലേ അത് നമ്മൾ ആസ്വദിച്ച് കുടിക്കുക, അത്രയേ ഉള്ളൂ. താങ്ക് യു മാം, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഇനി നല്ല നല്ല ക്ലാസ്സുകൾ നിന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മള് ഇപ്പൊ എത്ര വെറി ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ മറക്കും. അത് ടെൻഷൻ അടിച്ചിട്ട് തീർക്കും. എന്നാലും ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷം, ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഓരോ ക്ലാസ്സിലും ഒക്കെ പറയുന്നതനുസരിച്ച് തന്നെ നമ്മളിപ്പോ മുന്നോട്ട് പോണത്. പിന്നെ മാം ഒരു 3-4 കാര്യം പറഞ്ഞതില് നമ്മളെ വിഷ്വലൈസ് ചെയ്യണേൽ ഏറ്റവും ആ പീക്ക് ലെവലില് നമ്മളെ മോശം ചിന്തിച്ചിട്ട് പിന്നെ അത് ചെയ്യാൻ പാടില്ല. അത് നല്ലൊരു ടെക്നിക്ക്. അത് ആദ്യമായിട്ട് കേട്ടതാ. അത് നല്ലൊരു ടെക്നിക്കായിരുന്നു. നന്നായിരുന്നു മാം. നല്ല ഉപകാരപ്രദമായിട്ടൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. യാരമോളാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഷനി. നെറ്റ്വർക്ക് ഇഷ്യൂ. ഒരു നല്ലൊരു സെക്ഷനായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിത്യജീവിതത്തിൽ ഈ ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെയുള്ള പ്രശ്നമാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇങ്ങനെ മറിയാകുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ മാറ്റണമെന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നു. പക്ഷെ ഒരു കാര്യം ചോദിച്ചിട്ട് ഒരു സംശയം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വറീസൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോഴിപ്പം നമ്മൾ വായിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ഈ വറീസ് തന്നെ അതിൽ തന്നെ വീണ്ടും വീണ്ടും എങ്ങനെയും വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അത് വീണ്ടും നമ്മൾ പല കാര്യങ്ങളിലേക്കും നോക്കുമ്പോഴും വീണ്ടും അത് എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ ചുറ്റിപ്പറ്റി കുറേ ടൈം അങ്ങനെ പോകുന്നത് 1-2 ദിവസം അത് ഹോണ്ട് ചെയ്യാറുണ്ട്. അത് എങ്ങനെ മാറ്റാൻ പറ്റുമോ? അത് മാം നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മുടെ കൺട്രോളിലുള്ളതാണോ അല്ലയോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഷിഫ്റ്റ് ചെയ്യല്ല. ആദ്യം നമ്മൾ ഇത് നമ്മുടെ കൺട്രോളിലാണോ അല്ലയോ എന്ന് നോക്കുന്നു. നമ്മുടെ കൺട്രോളിൽ അല്ലാത്തൊരു കാര്യം നമ്മൾ ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരണം. അത് ആദ്യം തന്നെ നമ്മള് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കുറെ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ബ്രെയിൻ റീവയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് ഓരോന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് കുറെ പ്രാവശ്യം ഇത് ഞാൻ വെറി ചെയ്യേണ്ട കാര്യമില്ല, ഇത് എന്റെ കൺട്രോളിലല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ബ്രെയിനിനെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകണം. ഇതിപ്പോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം.
ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ്, നമ്മളെല്ലാവരും ടെൻഷൻ അടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രശ്നം എന്ന് പറയാം, ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സിനേക്കാളും പ്രശ്നമാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഏത് സമയവും നമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മളത് ബോധം നമ്മുടെ മൈൻഡിലേക്ക് നമ്മളത് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ നമ്മുടെ സമയപരിധി മൂലം ഞാനൊരു 4 പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ബ്രീതിങ് എക്സസൈസ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്രീതിങ് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം നോർമൽ ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ എങ്കിലേ നമുക്ക് ഒരു നോർമലി ചിന്തിക്കാൻ പറ്റുള്ളൂ. സ്ട്രെസ് വളരെയധികം കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ് വർക്ക് ആവുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആദ്യം നോർമലൈസ് ചെയ്യണം. അതിന് നമ്മൾ ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ സെൽഫ് ടോക്ക് കൂട്ടുക. ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഇതിന്റെ ആവശ്യം എന്താണ്, ഇതെന്റെ കൺട്രോളിൽ ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ നമ്മ ഇങ്ങനെ ചോദിച്ച് 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 നമ്മൾ പതുക്കെ പതുക്കെ കാം ഡൗൺ ആയി വരും. എന്നിട്ടാണ് നമ്മൾ ഷിഫ്റ്റിംഗ് നടത്തുന്നത്. പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യണതിന് തുല്യമാണ്. അത് വീണ്ടും വീണ്ടും കയറി വരും. നമ്മളൊരു കാര്യം ചിന്തിക്കരുത് എന്ന് നമ്മുടെ മനസ്സിനോട് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ ആവശ്യമുള്ള ആൻസേഴ്സ് ഒക്കെ നമ്മുടെ മൈൻഡിന് കൊടുക്കുക. ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ തന്നെ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്യുക. ബോധപൂർവമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മറന്നു പോകണമെന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. നമ്മൾ റിമൈൻഡേഴ്സ് വെക്കണം, നമ്മൾ എഴുതി വെക്കണം, എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. ഇത് ചെയ്യാം, അത് ചെയ്യാം. അങ്ങനെ നമ്മൾ അത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പറ്റണില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. ചിലർക്ക് അത് പറ്റില്ല, അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും പറ്റിയെന്ന് വരില്ല. അപ്പൊ അവിടെ നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. നമ്മൾ നാച്ചുറലി നമ്മൾ കെമിക്കൽസ് റിലീസ് ചെയ്യാൻ നോക്കിയാലും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ മെഡിക്കേഷനൊക്കെ വേണ്ടി വരും. നമുക്ക് മാക്സിമം നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ തന്നെ ഇതിൽ മാറ്റം വരും. ഇപ്പൊ നേരത്തെ ഒരു മാം പറഞ്ഞു, ഗാർഡന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മള് ഇങ്ങനെ ഗാർഡൻ തീരെ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ഓരോ ചെടികൾ വെക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ഗാർഡനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കുറെ നാള് കഴിയുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗാർഡൻ അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങി പോവും. അപ്പൊ തന്നെ അവിടെ കണ്ടീഷനിങ് നടക്കുകയാണ്. നമ്മൾ അവിടെ ചെന്നാൽ തന്നെ നമ്മുടെ ടെൻഷൻ മാറും. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്, അത് ഭയങ്കര കണ്ടീഷൻ എളുപ്പത്തിൽ കണ്ടീഷൻ ആവും. നമ്മൾ സാധാരണ പറയുക ഒരു 21 days ഒക്കെയാണ് ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്യുക. അതൊക്കെ കേട്ട് കാണുമല്ലോ പല ക്ലാസ്സുകളിൽ നിന്നും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതറിയാം. നമ്മൾ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ അറിയാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ തന്നെ എന്താ ഉണ്ടാവുക, നമ്മുടെ സ്ട്രെസ് കുറയും. ഓക്കെ മാം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാം. എന്തായിരുന്നാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെക്ഷൻ ആയിരുന്നു. ഇത് വീഡിയോ വരുമ്പോൾ ഒരു 10 പേർക്ക് ഞാൻ അയച്ചു കൊടുക്കും മാം. അത്രയും നല്ല ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇനിയും വരണം കേട്ടോ മാം. താങ്ക് യു. മാം, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? മാം അതിനകത്ത് പറഞ്ഞിരുന്നല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത്, അതായത് നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് അതിനെ വിഷ്വലൈസ് ചെയ്ത് അതൊന്നും കൂടി ഒന്ന് പറയാം. അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിന്റെ എന്ത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. വിഷ്വലൈസ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഇന്നൊരു പ്രസന്റേഷൻ ഉണ്ട്. അപ്പൊ സാധാരണ എനിക്ക് പേടി ഉണ്ടാവുക എന്താ, ഞാൻ കുറെ പേടികൾ ഉണ്ടാവും. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അതില് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഞാൻ മുഴുവനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നത് തെറ്റിപ്പോകുന്നു, എല്ലാവരും എന്നെ കളിയാക്കുന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള്. നമ്മൾ ബ്രെയിനിന് കൺഫ്യൂഷൻ കൊടുക്കണേലും നല്ലത് യെസ് ഓർ നോ എന്നുള്ളതാണ് നല്ലത് എപ്പോഴും. അപ്പൊ അത് തെറ്റും എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ആൾക്കാർ കളിയാക്കും എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. മാക്സിമത്തിൽ നമ്മൾ വേഴ്സ്റ്റ് കണ്ടീഷനിൽ
നമ്മൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മുടെ വറീസ് ആണ്, ആയിക്കോട്ടെ, നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു കാമാവും. ആ കാമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്കം, അതായത് നമ്മളിവിടെ നേരത്തെ തന്നെ നമ്മൾ കണ്ട ഔട്ട്കം എന്താണ്? വേഴ്സ് കണ്ടീഷൻ ആണ്, കളിയാക്കുകയാണ് എല്ലാവരും. ആ കളിയാക്കൽ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് പറ്റാത്തത് എന്താ കാരണം? വറീസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ വറീസ് പോയി ഞാൻ കാം ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാം. പല രീതികൾ നമുക്ക് അതിനെടുക്കാം. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്യാം. മിററിൽ മുമ്പിൽ നിന്നിട്ട് എനിക്ക് പറഞ്ഞു നോക്കാം. ആൾക്കാർ കൈയടിക്കുന്നതും നല്ല ഫീഡ്ബാക്ക് തരുന്നതായിട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്യാം. വറി ആയിരിക്കുന്ന സമയത്ത് ഇതൊന്നും എനിക്ക് പോവില്ല. ക്ലിയർ ആയോ? താങ്ക് യു. ക്ലിയർ ആയി മാം, ക്ലിയർ ആയി. താങ്ക് യു. അതുപോലെ വല്ല പേടി വരുമ്പോ, അതായത് വല്ല ഇപ്പൊ എന്തിനേലും മുകളിൽ കയറി വീഴോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആവോ, അങ്ങനത്തെ ഒക്കെ പേടി നമുക്ക് മുന്നോട്ടുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിൽ കാണും. അതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അല്ല, അവിടെ ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവം നടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് വീഴാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വീഴാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോന്ന് നോക്കുക ആദ്യം. ഇപ്പൊ ഒരു മുകളിൽ വെറുതെ മനസ്സിൽ അതാ വരും. ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിലും അതെന്തെങ്കിലും സംഭവിക്കോ, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമോ, അതൊരു തരം ഒരു പേടിയാണ് അപ്പൊ എപ്പോഴും ഒരു. അല്ല, അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാല്, നമ്മള് ഇപ്പൊ അതില് കേറിയാലല്ലേ നമ്മൾ വീഴാൻ പോകുന്നത്. അപ്പൊ കേറുമ്പോ എടുക്കേണ്ട പ്രിക്കോഷൻസ്, ഇപ്പൊ നമ്മളൊരു ചെയറിൽ കയറുന്നു, അപ്പൊ നമ്മൾ വീണു പോവോ എന്നാണ് നമുക്ക് പേടിയെങ്കിൽ അവിടെ പ്രിക്കോഷൻസ് എന്താ? ഇപ്പം എന്റെ ഹസ്ബൻഡ് ചെയറുമ്മൽ കയറി വീണിട്ട് കൈയൊടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് അവിടെ സാധ്യത ഉണ്ട് ശരിക്കും വീഴാൻ. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പൊ വറീസ് എന്ന് പറഞ്ഞാൽ സാധ്യത ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്താ? പേടിയല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ ഒരു അസുഖം വന്നാൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, പേടി, അതൊക്കെയാണ് പ്രശ്നം. അസുഖങ്ങൾ വന്നാല് കൂടി വന്നാൽ എന്താ, നമ്മ മരിച്ചു പോവും അല്ലേ? അപ്പൊ നമ്മൾ എന്തായാലും മരിച്ചു പോവും. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമൊന്നും അല്ല. നമ്മുടെ കൺട്രോളിലുള്ള കാര്യം എന്താ? മരിക്കുന്നതിന് മുമ്പ് ആ ഒരു കണ്ടീഷനിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റ് എടുക്കണം, അല്ലേ? അപ്പൊ നമുക്ക് പറ്റുന്ന ആക്ഷൻസ് എടുക്കാം. ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള പിന്നെ അഫർമേഷൻസും ഒക്കെ കൊടുക്കാം, അല്ലേ മാം? ഐ ആം ഹെൽത്തി. അത് മസ്റ്റ് ആണല്ലോ. അത് എങ്കിൽ മാത്രമാണല്ലോ നമുക്കത് എഫക്റ്റീവ് ആകുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വെറുതെ വറീസ് ആയിരിക്കും, എനിക്ക് അസുഖം വരുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ ആദ്യം തന്നെ നമുക്കൊരു ഫിസിഷ്യനെ കാണാം, എന്നിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താം. ഇപ്പൊ ഡോക്ടർ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഓവർ വറിയാണ്. അപ്പൊ ഇങ്ങനെയൊന്നും നമുക്ക് നടക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് സൈക്കോളജിസ്റ്റിനെ കാണാം. ഇപ്പൊ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് ചിലർ വരാറുണ്ട്, ഇതുപോലെ ഓവറായിട്ട് അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള പേടിയായിട്ട് വരാറുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മൾ ഈ വറീസ് കൂട്ടുന്ന ഒരു കാര്യം, അസുഖം ഉണ്ടോ എന്ന് തോന്നുമ്പോഴത്തേനും നമ്മൾ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യും. ഇത് ചാറ്റ് ജിപിടിയും ഗൂഗിളൊക്കെ എടുത്ത് നോക്കും. ഇതില് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എല്ലാം എക്സാജറേറ്റ് ചെയ്തിട്ടല്ലേ കൊടുക്കുക. അപ്പൊ ഒരു തലവേദനയുടെ കാരണം എന്താന്ന് ചോദിച്ചാൽ അതില് ബ്രെയിൻ ട്യൂമർ ഉണ്ടാവില്ലേ? നമുക്ക് വെറുതെ ഒരു തലവേദനയേ ഉള്ളൂ, പക്ഷെ അങ്ങനെ. അപ്പൊ ഇഡിയറ്റ് സിൻഡ്രോം എന്നൊക്കെയാണ് അതിനെ പറയുന്നത് തന്നെ. അപ്പൊ നമ്മൾ വെറുതെ ആദ്യമാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ആദ്യം തന്നെ പോയി ഡോക്ടറെ കാണാം, കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ അവിടെ പ്രശ്നം തീർന്നില്ലേ? എന്നിട്ടും ആദ്യം മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. കഴിയുന്നതും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ മാറുന്നുണ്ടോ എന്ന് നോക്കുക. അത് ചിലപ്പം
പ്രാക്ടീസ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്രെയിനിന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പമാവും. ഇപ്പൊ ഒരു പേടിയുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ചിന്ത വരുമ്പോഴത്തേനും ആദ്യം തന്നെ ആ പേടിയിലേക്കേ പോകുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഓൾറെഡി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. അതാണ്. അപ്പൊ നമ്മ പതുക്കെ പതുക്കെ ഇതുപോലുള്ള പ്രാക്ടീസ് ചെയ്ത് ഒരു പ്രാവശ്യമൊന്നും ചെയ്താലാവില്ല, പലവട്ടം ചെയ്ത് അപ്പൊ നമ്മള് കുറച്ചങ്ങ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ഈ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യേണ്ടി വരും. കുറെ കഴിയുമ്പോ ഇങ്ങനെ ചിന്ത വരുമ്പോ തന്നെ നമുക്ക് അതൊന്നും വരണോടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് ഈ കണ്ടീഷനിങ്, ആ ഒരു റീവയറിങ് നടക്കണം ബ്രെയിനിൽ. ഓക്കെ മാം, താങ്ക് യു. ആരതി? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും സ്റ്റോപ്പ് ഫിയറിംഗ് സ്റ്റാർട്ട് ലിവിങ് എന്ന ഈ ക്ലാസ് എടുക്കുന്ന സജ്ന മാമിനും ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും നന്ദി. താങ്ക് യു സജ്ന മാം, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു all. Thank you, ma'am. Thank you, all. താങ്ക് യു മാം, താങ്ക് യു.